പ്രിയപ്പെട്ടവരെ, ഏതൻ അക്വേറിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ അടുത്ത ബ്രൂഡ് സ്റ്റോക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ റെഡ് ഫ്ലവർ ഡോർസൽ ഫീമെയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇച്ചിരി കൂടെ വലിപ്പമുള്ള ഒരു സെറ്റപ്പിലോട്ട് ഞാൻ ഇവരെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുവാണ്. കാരണം കുറച്ചുകൂടെ ഫാസ്റ്റ് ഗ്രോത്ത് അവർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇത് കുഴപ്പമില്ല, എന്നാലും കുറച്ചും കൂടെ ഗ്രോത്ത് കൂടുതൽ കിട്ടും എന്നുള്ളത് കൊണ്ട് അവരെ ഒന്ന് ഇച്ചിരി കൂടെ വലിപ്പമുള്ള ടാങ്കിലോട്ട് അവരെ മാറ്റാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമുക്ക് പതുക്കെ അവരെ ഇറക്കി വിടാം. അത് മാത്രമല്ല, അത്യാവശ്യം കുറച്ച് ഉപ്പും കൂടെ നമുക്കതിനകത്തോട്ട് ഇറക്കി വിടാം. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് അവരുടെ ഒരു ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുവേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിപ്പമുള്ളൊരു ടാങ്കിലോട്ട് അവരെ ഇറക്കി വിട്ടേക്കുന്നത്. ചിലപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ വേറെ വാഴയിലൊന്നും ഇട്ടിട്ടില്ല, വെള്ളം പിടിച്ചിട്ട് സെറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു ഫീമെയിൽ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഫീമെയിലിൻ്റെ ക്വാളിറ്റി നല്ല ഹെവി ഡോർസലാണ് ഫീമെയിൽ. ഉണ്ടോ? ഇത് രണ്ട് ടൈപ്പ് ഫീമെയിൽ ഇതിനകത്തുണ്ട്. പക്ഷെ ഡോർസൽ കൂടിയ ഫീമെയിലും നോർമലായിട്ടുള്ളതുകൊണ്ട്. ഇത് അടുത്ത മെയിൽ വരുമ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. മെയിൽ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വേറെ കണ്ടീഷൻ ചെയ്ത് വരുന്നുണ്ട്. ഞാൻ അതുകൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിലുകളെല്ലാം കിടക്കുന്നത്. ഇതിനകത്ത് 2-3 ടൈപ്പ് മെയിലുകൾ ഒന്നിച്ച് മിക്സ് ചെയ്തേക്കുകയാണ്. ഇതിൽ ടെക്സ് വൈറ്റിൻ്റെ മെയിലുണ്ട്, ഫുൾ റെഡ് ഫ്ലവർ ഡോർസൽ മെയിലുണ്ട്, അതുപോലെ റെഡ് ഇയർ കോയുടെ മെയിലുണ്ട്. ഇപ്പം എല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ടേക്കാണ്. പിന്നെ പ്ലാറ്റിനം റെഡ് ലംബോയുടെ ഫീമെയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടേക്കാണ്. ഇതാണ് അതിൻ്റെ ഒരു മെയിൽ. നിങ്ങൾക്ക് ഈ റെഡ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.